വാഹനമിടിച്ച് കാലിന് പരിക്ക് പറ്റിയാണ് ഈ തെരുവുനായ പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിലേക്ക് കയറി ചെന്നത്. പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സ്ഥിരമായി എത്താറുള്ള തെരുവുനായ ആയിരുന്നു ഇത്. കഴിഞ്ഞ ദിവസം വരെ ആരോഗ്യത്തോടെ ഇരുന്ന തെരുവുനായ അവശ നിലയിലായത് കണ്ടപ്പോൾ പോലീസുകാർക്ക് അലിവ് തോന്നി. ഭക്ഷണവും വെള്ളവുമെല്ലാം പോലീസുകാർ നൽകി. പോലീസുകാരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഇടത്തായി തെരുവുനായയുടെ കിടപ്പ്. തെരുവുനായകളെ സംരക്ഷിക്കുന്ന കോന്നി സ്വദേശി അജാസിനെ പോലീസുകാർ വിവരമറിയിച്ചു. അജാസ് പോലീസ് സ്റ്റേഷനിലെത്തി തെരുവുനായയെ ശുശ്രൂഷിച്ചു. ഇപ്പോൾ നടന്നു നീങ്ങാം എന്ന അവസ്ഥയിലായിട്ടുണ്ട് തെരുവുനായ. പോലീസുകാരുടെ അഭ്യർത്ഥന പ്രകാരം എല്ലാ ദിവസവും അജാസ് പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിലെത്തും. നായയുടെ കാലിലെ മുറിവ് വെച്ചുകെട്ടും. അത്യാവശ്യം നമ്മളെക്കൊണ്ട് പറ്റുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇനിയിപ്പോൾ അത് കാല് പ്ലേറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് കട്ട് ചെയ്ത് കളയുക വേണ്ടത്. കട്ട് ചെയ്യാതെ പ്ലേറ്റ് ചെയ്യുമോ, അല്ലെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റർ ഇടുകയും ചെയ്യണം. പക്ഷേ അത് വലിയ മുറിവായതുകൊണ്ട് കുറച്ച് താമസമുണ്ട്. ഇപ്പോൾ നാളെ മറ്റന്നാളാകുമ്പോഴത്തേനും അതിനകത്ത് കുറച്ചുകൂടെ നീര് കുറവുണ്ട്. ഇപ്പോൾ ആദ്യത്തെ ദിവസം മൊത്തം പുഴുവായിരുന്നു, അതൊക്കെ മാറി ഇപ്പോൾ നല്ല വൃത്തിയായി. പിന്നെ 2 ദിവസം കൂടെ കഴിയുമ്പോൾ കൊണ്ടുവന്ന് പ്ലേറ്റിങ് പ്ലാസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം നോക്കുന്നുണ്ട്. നല്ല മാറ്റമുണ്ട്. ആദ്യം നടക്കത്ത് പോലുമില്ല, അവിടെ ആ ഒരു മൂലയ്ക്ക് കിടക്കുമായിരുന്നു. അവിടെ നിന്ന് ഇത്രയൊക്കെ ആക്കിയത്. ആരോഗ്യം പൂർണ്ണമായി വീണ്ടെടുക്കും വരെ തെരുവുനായ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ തന്നെ കഴിയട്ടെ എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. റിപ്പോർട്ടർ പത്തനംതിട്ട.